السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. فانطلقا حتى إذا ركبا في السفينة خرقها قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇൽമു തേടിക്കൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അത്ഭുതകരമായ സംഭവ ബഹുലമായ ഒരു യാത്രാ വിവരണം നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തിലൂടെ അള്ളാഹു വിശദീകരിച്ചതാണ്. മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ യാത്രയിൽ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തെത്തുകയും അവിടെ വെച്ച് അള്ളാഹു നിർദ്ദേശിച്ച വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ കണ്ടുമുട്ടുകയും താങ്കളുടെ കൂടെ വളരെ ക്ഷമയോടെ നിന്ന് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും നിങ്ങൾക്ക് എന്റെ കൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് സഹിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മൂസ നബി അലൈഹിസ്സലാമിനോട് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞുവെന്നും അതുവരെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അത് കേട്ടപ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാമിനോട് പറഞ്ഞ മറുപടിയാണ് തുടർന്നുകൊണ്ട് അള്ളാഹു വിവരിക്കുന്നത്. നിങ്ങൾക്ക് എന്റെ കൂടെ അങ്ങനെ ക്ഷമിച്ച് കഴിയാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ. അതിന് അദ്ദേഹം മറുപടിയായി കൊണ്ട് മൂസ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറയുകയാണ്, ഖാല സതജിദുനി ഇൻ ശാഅല്ലാഹു സാബിറാ വലാ അഅസീ ലക അംറാ. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, സതജിദുനി, നിങ്ങൾക്കെന്നെ ഭാവിയിൽ കണ്ടെത്താം, വഴിയെ നിങ്ങൾക്കെന്നെ കാണാം, ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം സാബിറ, ക്ഷമാലുവായി ക്ഷമയോടെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. വലാ അഅസീ ലക അംറാ, ഞാൻ താങ്കളുടെ ഒരു കാര്യത്തിനും എതിര് നിൽക്കുകയില്ല. ഞാൻ താങ്കളുടെ കൂടെ അനുസരണമുള്ള ഒരു ശിഷ്യനായിക്കൊണ്ട് കൂടെ ഉണ്ടാകും. ഒന്നിനും ഞാൻ അനുസരണക്കേട് കാണിക്കുകയില്ല എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാമിനോട് പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു കാര്യം ഭാവിയെ സംബന്ധിച്ച് തൊട്ടടുത്ത ഒരു നിമിഷത്തിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോ ഇസ്ലാമികമായ മര്യാദയാണ് ഇൻഷാ അല്ലാഹ് പറയണം എന്നത്. വലാ തഖൂലന്ന ലിശൈഇൻ,
നീ ഒരു കാര്യത്തെ സംബന്ധിച്ചും ഞാനത് നാളെ ചെയ്യും, നീ പറയരുതങ്ങനെ ഇൻഷാ അല്ലാഹ് പറയാതെ എന്ന് ഇതേ അധ്യായത്തിൽ സൂറത്തുൽ കഹ്ഫിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ അത് പറയാൻ മറന്നിട്ടില്ല. സതജിദുനി, എന്നെ താങ്കൾക്ക് കാണാം, ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം, സാബിറ, ക്ഷമാലുവായി കാണാം. അത് ഈമാനുള്ള മുഅ്മിനീങ്ങളായ മുഴുവൻ ആളുകളും സ്വീകരിക്കേണ്ടുന്ന ഒരു മാതൃകയാണ്. വിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ച് പഠിപ്പിക്കുകയും ചെയ്തതാണ്. തൊട്ടടുത്ത നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോ ഞാനത് ചെയ്യും എന്ന് പറയുമ്പോ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയലൊരു മര്യാദയാണ്. അതിൽ നമ്മൾ നമ്മുടെ ഈമാനിനെ ദൃഢവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം എന്ന് പറയുന്നതോടുകൂടി എന്റെ ഖൽബിൽ, എന്റെ വിശ്വാസത്തിൽ ഞാൻ ഉറപ്പിക്കുകയാണ്, ഞാൻ വിചാരിക്കുന്നതൊന്നും നടന്നോളണം എന്നില്ല. എന്റെ റബ്ബാണെല്ലാം തീരുമാനിക്കുന്നത്. എന്റെ റബ്ബിന്റെ തീരുമാനമേ നടക്കുകയുള്ളൂ. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഫലമില്ല. അതിന് എന്റെ നാഥന്റെ മശീഅത്ത് കൂടിയേ തീരൂ, അവന്റെ ഉദ്ദേശം കൂടിയേ തീരൂ. അവനിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. അള്ളാന്റെ ആ മശീഅത്ത് എനിക്കുണ്ടെങ്കിൽ, ആ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പൊ റബ്ബിലുള്ള നമ്മുടെ എല്ലാം എന്റെ റബ്ബാണ്, ആത്യന്തികമായി തീരുമാനിക്കുന്നത് എന്റെ റബ്ബാണ്, ഞാനല്ല എന്ന വിനീതമായ നമ്മുടെ തവക്കുലിന്റെ എല്ലാം അവനിലാണ് ഞാൻ ഏൽപ്പിക്കുന്നതെന്ന എന്റെ ദൃഢമായ അർപ്പണ ബോധത്തിന്റെ കൃത്യമായ ഒരു പ്രഖ്യാപനമാണ് ഇൻഷാ അല്ലാഹ് എന്ന പ്രയോഗം. അത് നമ്മൾ മനസ്സറിഞ്ഞു പറയേണ്ടതാണ്. കേവലം ഒരു ഇൻഷാ അല്ലാഹ് ഒരു സംസാരത്തിന്റെ ശൈലിയായി മാത്രം ഉണ്ടായാൽ പോരാ. ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് വേണം. അള്ളാഹുവിലുള്ള നമ്മുടെ അർപ്പണബോധം, അവനാണ് എല്ലാം തീരുമാനിക്കുന്നതെന്ന് കൃത്യമായി അവനിലേക്ക് അവന്റെ കഴിവും നമ്മുടെ കഴിവുകേടും അംഗീകരിക്കുന്ന വിനയത്തിന്റെ ചിന്ത, വിനീതമായ ഒരു മനസ്സ്, അത് നമുക്ക് തീർച്ചയായും ഉണ്ടാകണം. ഇവിടെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാനായ ആ പ്രവാചകൻ ഖദർ അലൈഹിസ്സലാം എന്ന പ്രവാചകനോട് പറയുകയാണ്, സതജിദുനി ഇൻഷാ അല്ലാഹ് സാബിറ, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ താങ്കളുടെ കൂടെ ക്ഷമാലുവായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാം. ഒരിക്കലും ഞാൻ താങ്കളോട് എതിരി നിൽക്കുകയില്ല, അനുസരണക്കേട് കാണിക്കുകയില്ല. ആ സന്ദർഭത്തിൽ ഖദർ അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞു, ഖാല ഫഇൻ ഇത്തബഅതനി ഫലാ തസ്അൽനി അൻ ശൈഇ ഫലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റാ. ഖദർ അലൈഹിസ്സലാം മൂസ നബിയോട് പറയാണ്, ഫഇൻ ഇത്തബഅതനി, ശരി, താങ്കൾ എന്നെ പിൻപറ്റുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ പിന്തുടരുകയാണെങ്കിൽ എനിക്കൊരു ഉപാധി പറയാനുണ്ട്. ഫലാ തസ്അൽനി അൻ ശൈഇൻ, ഒരു കാര്യത്തെക്കുറിച്ചും എന്നോട് ചോദിക്കാൻ പാടില്ല. ഒരു കാര്യത്തെക്കുറിച്ചും എന്നോട് നീ ചോദിക്കാൻ പാടില്ല. ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റാ, ആ കാര്യത്തെപ്പറ്റി വിവരിച്ചു തരുന്നതിന്റെ മുമ്പ് തിരക്ക് കൂട്ടി ഒരു കാര്യത്തെപ്പറ്റി നീ എന്നോട് ചോദിക്കരുത്. ഞാൻ പറയേണ്ടതാണ് പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തരുവോളം ഒരു ക്ഷമ വേണം. അതിന്റെ ഇടയ്ക്ക് കയറി ഇങ്ങാണ്ട് ചോദിക്കരുത്. ഇതായിരുന്നു ആദ്യമേയുള്ള നിർദ്ദേശം. ഇവിടെ കൃത്യമായി അതിലൂടെ ഒരു പാഠം കൂടി ഒരു അധ്യാപകന് വേണമെങ്കിൽ തന്റെ വിദ്യാർത്ഥികളോട് പറയാമെന്നർത്ഥം. ഞാൻ ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോ, നിങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ വേറെ ചിലത് മനസ്സിലാക്കാതെ ഇടയിൽ ചോദ്യം ചോദിക്കരുത്. പറഞ്ഞു തീരട്ടെ, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരും, അത് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കരുത്, സംശയങ്ങൾ ഉണ്ടാക്കരുത് എന്ന് സ്വാഭാവികമായും അധ്യാപകർ വിദ്യാർത്ഥികളോട് പലപ്പോഴും പറയാറുമുണ്ട്. അതൊരു വിദ്യാർത്ഥി അച്ചടക്കത്തോടെ സ്വീകരിക്കേണ്ടുന്ന ഒരു കടമയുമാണ്. ഇവിടെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, എന്റെ ഒപ്പം കൂടുകയാണെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചും താങ്കൾ എന്നോട് ചോദിക്കാൻ പാടില്ല. ഹത്താ ഉഹദിസ ലക, ഞാൻ താങ്കൾക്ക് മിൻഹു അതിനെ സംബന്ധിച്ച് ദിക്റ പറഞ്ഞു തരുന്നത് വരെ എന്നോട് ചോദിക്കരുത്. ശരി, ആ കരാറിൽ മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര ആരംഭിക്കുകയാണ്. അവരുടെ കൂടെ പുറപ്പെടുകയാണ്. അല്ലാഹു ഇനി സംഭവം തുടർന്നുകൊണ്ട് പറയാണ്,
فانطلقا حتى إذا ركبا في السفينة خرقها قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. ഫന്തലഖാ എന്നാണ് ഖുർആൻ പറയുന്നത്. അവർ രണ്ടാളും പോയി. വാസ്തവത്തിൽ അവിടെ മൂന്നാളുണ്ടല്ലോ. ഇവിടെ രണ്ടാളെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ആരാണ്? ഒന്ന് മൂസാ അലൈഹിസ്സലാമും മറ്റൊന്ന് ഖദർ അലൈഹിസ്സലാമുമാണ്. കൂടെ ഒരു ഭൃത്യൻ യൂശ അലൈഹിസ്സലാം ഉണ്ടല്ലോ. അപ്പൊ ഇത് വിശദീകരിക്കുമ്പോ പണ്ഡിതന്മാര് പറയാണ് അദ്ദേഹത്തിന്റെ കാര്യം ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല. കാരണം ഇവരാണല്ലോ ചർച്ചയുടെ കേന്ദ്ര ബിന്ദുക്കൾ. അതുകൊണ്ട് അവരുടെ കാര്യം പറഞ്ഞതാണ്. അദ്ദേഹവും കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. അങ്ങനെ അവർ രണ്ടാളും യാത്ര പോകണം. ഇങ്ങനെ യാത്ര ആരംഭിച്ചു. യാത്ര ആരംഭിക്കുന്നത് ഒരു സമുദ്ര തീരത്തുകൂടെയാണ്. അങ്ങനെ സമുദ്ര തീരത്തുകൂടെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ യംശിയാനി അല സാഹിൽ, തീരത്തുകൂടെ അങ്ങനെ യാത്ര പോകുമ്പോ ഫമറത്ത് ബിഹിമാ സഫീന, ഒരു കപ്പൽ ഇങ്ങനെ വരുന്നു. ആ കപ്പൽ വന്നപ്പോ ഫഉരിഫൽ ഖദർ, ആ കപ്പലിലുള്ള യാത്രക്കാർക്കും കപ്പലിന്റെ ഉടമസ്ഥന്മാർക്കുമൊക്കെ ഖദർ അലൈഹിസ്സലാമിനെ വേഗം മനസ്സിലായി, തിരിച്ചറിഞ്ഞു. ഫഹമലൂഹും ഫീ സഫീനതിഹിം, അങ്ങനെ ഈ ആളുകളെ, ഈ രണ്ടാളുകളെയും അതല്ലെങ്കിൽ മൂന്നാളുകളെ ഏതോ ആവട്ടെ, ഇനി നമ്മൾ അങ്ങനെ പറയേണ്ടതില്ല. രണ്ടാളെന്ന് നമ്മൾ പറയുള്ളൂ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ. അങ്ങനെ അവരെ ആ കപ്പലിൽ കയറ്റി. ബിഗൈരി നൗലിൻ ഐ ബിഗൈരി അജ്രിൻ, പ്രതിഫലമൊന്നുമില്ലാതെ, ടിക്കറ്റ് ഒന്നും വേണ്ട, വാടകയൊന്നും വാങ്ങാതെ. ഹദീസിൽ പ്രയോഗിച്ച പദം നൗൽ എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ നോൾ കാർഡ് അതായിരിക്കും. നോൾ കാർഡ് അറബിയിൽ എന്തായുമുള്ളത് നൗൽ എന്നാണല്ലോ. അപ്പൊ അതായിരിക്കും ആ പ്രയോഗം. ഏതായിരുന്നാലും ഫഹമലൂഹും ഫീ സഫീനതിഹിം ബിഗൈരി നൗലിൻ, കൂലില്ലാതെ, ടിക്കറ്റ് ഇല്ലാതെ, വാടകയില്ലാതെ, കാശില്ലാതെ തന്നെ അവരെ അതിൽ കയറ്റി. കാരണം എന്താ? ആ കപ്പലിന്റെ ഉടമസ്ഥനും അതിന്റെ തൊഴിലാളികൾക്കൊക്കെ ഖദർ അലൈഹിസ്സലാം എന്ന നല്ലവനായ ആ മഹാനുഭാവനെ അറിയാം. അതുകൊണ്ട് അവര് അദ്ദേഹത്തെ ഇവരെ അതിൽ കയറ്റി. അങ്ങനെ ഫറകിബ അസ്സഫീന, ഇവര് കപ്പലിലൂടെ ഇങ്ങനെ യാത്ര പോവുകയാണ്. ആ സമയത്തുണ്ടായ മറ്റൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരികയാണ്. വവഖഅ ഉസ്ഫൂറുൻ അലാ ഹർഫിസ് സഫീന, കപ്പലിന്റെ ഓരത്ത് ഒരു കുരുവി വന്നിരുന്നു. കപ്പലിന്റെ തുഞ്ചത്ത് ഒരു കുരുവി വന്നിരുന്നു. എന്നിട്ട് ആ കുരുവി പോയിട്ട് ഫഗമസ മിൻഖാറഹു ഫിൽ ബഹ്രി, ആ സമുദ്രത്തിൽ ഒരു കൊത്തു കൊത്തി. സമുദ്രത്തിൽ അതിന്റെ കൊക്കൊന്ന് മുക്കി എന്നർത്ഥം. ആ രംഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് മഹാനായ ഖദർ അലൈഹിസ്സലാം ഫഖാലൽ ഖദറു ലിമൂസ, ഖദർ അലൈഹിസ്സലാം മൂസാ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അതാ നോക്കി, കണ്ടില്ലേ, ഒരു പക്ഷി സമുദ്രത്തിൽ അതിന്റെ കൊക്ക് കൊണ്ടൊന്നും ഇങ്ങനെ മുക്കിയിട്ട് തല ഉയർത്തിയില്ലേ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? മാഇൽ മുകവഇൽമി വഇൽമുൽ ഖലായിഖി ഫീ ഇൽമില്ലാഹി ഇല്ലാ മിഖ്ദാറു മാ ഗമസ ഹാദൽ ഉസ്ഫൂറു മിൻ ഖാറഹു. മൂസാ, നീ ഇവിടെ വെച്ച് പഠിച്ചോ, മനസ്സിലാക്കിക്കോ. മാഇൽ മുക, നിന്റെ അറിവും, വഇൽമി, എന്റെ അറിവും, വഇൽമുൽ ഖലായിഖി, ഞാനും നീയും മാത്രമല്ല, ലോകത്തുള്ള സർവ്വ സൃഷ്ടികളുടെയും അറിവ് അല്ല, ഫീ ഇൽമില്ലാഹ്, അല്ലാഹുവിന്റെ അറിവ് വെച്ച് നോക്കുമ്പോ, ഇല്ലാ മിഖ്ദാറു മാ ഗമസ ഹാദൽ ഉസ്ഫൂറു മിൻ ഖാറഹു, ഈ കുരുന്നു പക്ഷി അതിന്റെ കൊക്കുകൊണ്ട് സമുദ്രത്തിൽ കൊത്തിയപ്പോൾ, ഒന്ന് മുക്കിയപ്പോൾ അതിന്റെ കൊക്കിൽ പറ്റിയ ജലത്തിന്റെ അംശം എത്രയാണ് ആ സമുദ്രത്തിന്റെ വെള്ളത്തെ അപേക്ഷിച്ച്? പരന്നു കിടക്കുന്ന അറ്റമില്ലാത്ത ആ ആഴിയിലുള്ള സമുദ്രത്തിനുള്ള വെള്ളത്തെ അപേക്ഷിച്ച് ഈ കുഞ്ഞു പക്ഷി ഇതൊന്ന് സമുദ്രത്തിൽ അതിന്റെ കൊക്ക് മുക്കിയപ്പോൾ അതിന്റെ കൊക്കിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാണ്? സമുദ്രത്തിലെ വെള്ളത്തിന്റെ അളവും എത്രയാണ്? ഇതുപോലെയാണ് എന്റെയും നിന്റെയും ലോകത്തെല്ലാവരുടെയും കൂടി ഇൽമ്. ഈ പക്ഷിയുടെ കൊക്കിൽ കൊത്തിയ ഒരു വെള്ളത്തോളമേയുള്ളൂ.
അല്ലാഹുവിന്റെ ഇൽമോ അതിന് ഉപമ പറയാനാവില്ലാത്തത്ര വളരെ വിശാലമാകുന്നു. അത്രയും ഇൽമില്ലാത്തവരാണ് നമ്മള്. ഇൽമ് അല്ലാഹുവിനാകുന്നു. ഏറ്റവും വലിയ ആലിം അല്ലാമുൽ ഗുയൂബ്, എല്ലാം അറിയാവുന്ന, ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയാവുന്ന ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും എന്ന വ്യത്യാസമില്ലാതെ എല്ലാം കൃത്യമായി അറിയാവുന്ന വിശാലമായ അലീമായവൻ അല്ലാഹു മാത്രമാകുന്നു. ആ ഒരു സംഭവം കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ യാത്രയിൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഖദർ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മളൊന്നും അള്ളാന്റെ നമ്മുടെയൊക്കെ ഇൽമ് നമ്മുടേതെന്ന് മാത്രമല്ല മൂസ, എന്റതും നിന്റതും ലോകത്തുള്ള എല്ലാ ഖലായിഖ്, എല്ലാ പടപ്പുകൾ കൂടിയും കിട്ടിയ അറിവും അള്ളാന്റെ അറിവും വെച്ച് നോക്കുമ്പോ ഈ പക്ഷി ഈ സമുദ്രത്തിൽ കൊത്തിയിട്ട് അതിന്റെ കൊക്കിൽ വന്ന വെള്ളം എത്ര ഉണ്ടാവുക? അത്ര കുറവേ നമ്മുടെ ഇൽമുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, അറിവില്ലെന്ന വളരെ തുച്ഛമായതല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അറിവില്ലെന്ന വളരെ തുച്ഛമായതല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂസ നബി അലൈഹിസ്സലാമിന് ഈ രംഗം കാണിച്ചു കൊടുത്തുകൊണ്ട് ഖദർ അലൈഹിസ്സലാം അത് പറഞ്ഞു കൊടുത്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത്. ഇനി ഖുർആനിൽ കാണുന്ന കാര്യമാണ്. ഫൻതലഖാ ഹത്താ ഇദാ റകിബാ ഫിസ്സഫീന, അവർ രണ്ടാളും യാത്രയായി ആ സമുദ്രത്തിലൂടെ. ആ കപ്പൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലതാ പെട്ടെന്ന് മൂസ നബി അലൈഹിസ്സലാം കാണുന്നത് എന്താണ്? ഖദർ അലൈഹിസ്സലാം ഇത് അമദൽ ഖദറു ഇലാ ഖദൂമിൻ, ഒരു മഴുവെടുക്കുകയാണ് ഖദർ അലൈഹിസ്സലാം. ഫഖറഖസ് സഫീന, ആ കപ്പലിനതാ തുളയുണ്ടാക്കുന്നു. കപ്പലിന്റെ ഒരു പലക, ആ പലക ഏതാണ്ട് അടിഭാഗത്ത് നിന്നായിരിക്കും. കാരണം അപ്പോഴല്ലേ മുങ്ങാൻ സാധ്യത, വെള്ളം ഇരച്ചു കയറാവുന്ന, വെള്ളം കയറാൻ സാധ്യതയില്ല, എന്നാ പെട്ടെന്ന് കയറൂല. ഇങ്ങനെ കുറെ പോവുകയാണെങ്കിൽ അതിലൂടെയും വെള്ളം കയറും. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ശരിക്ക് പുറത്തു നിന്നൊരാൾക്ക് നോക്കിയാൽ കാണാവുന്ന സ്ഥലത്ത് നിന്ന് തന്നെ, വലിയ ഉയരത്തൊക്കെ ചിലപ്പോ കാണൂലല്ലോ, കാണാവുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഒരു പലക അദ്ദേഹം മഴുകൊണ്ട് കൊത്തി ഇങ്ങോട്ട് എടുക്കുകയാണ്, പൊളിച്ചെടുക്കുകയാണ്. ഫഖാല ലഹു മൂസ, അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതൊക്കെ മറന്നു. കാരണം എന്താ? അത്ഭുതം കൊണ്ട് പെട്ടെന്ന് ആദ്യം പറഞ്ഞാൽ ഇനി ഒന്നും ചോദിക്കൂലെന്നൊക്കെ, അതൊക്കെ മറന്നു ഉടനെ ചോദിച്ചു, ഖൗമുൻ ഹമലൂനാ ബിഗൗരി നൗലിൻ അമത്ത ഇലാ സഫീനതിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കൂട്ടം, ഒരു ജനത, ഒരാളുകൾ ടിക്കറ്റ് ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് നമ്മളതിൽ കയറ്റിയത്. ഒരു ചാർജും വാങ്ങാതെയാ നമ്മളെ ഇതിൽ നമ്മളെ ബഹുമാനിച്ചിട്ട് അവർ കയറ്റിയത്. അമത്ത ഇലാ സഫീനതിഹിം, എന്നിട്ട് അവരുടെ കപ്പലിനെ തന്നെ താങ്കൾ ഉദ്ദേശിച്ചിട്ട് അത് കേടുവരുത്താൻ നോക്കുകയാണല്ലോ. എന്താ അങ്ങനെ ചെയ്യുന്നത് മോശല്ലേ എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം. അതാണ് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ പറയാണ് അതിനെപ്പറ്റി. അതങ്ങനെ പിളർപ്പുണ്ടാക്കിയപ്പോ ഖാല, മൂസ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അഖറഖ്തഹാ, താങ്കൾ അതിനെ കേടുവരുത്തുകയാണോ? ലിതുഗ്രിഖ അഹ്ലഹാ, അതിലെ ആളുകൾ മുങ്ങി മരിക്കാൻ കാരണമാവില്ലേ? ഇങ്ങനെ പോയാ കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലം എന്താ സംഭവിക്കുക? അതിലൂടെയും വെള്ളം വരച്ചു കയറാൻ സാധ്യതയുണ്ടല്ലോ, അത് മുങ്ങില്ലേ? നിങ്ങൾ ആൾക്കാരെ മുക്കിക്കൊല്ലുക എന്നുള്ള അർത്ഥത്തിലല്ല ചോദിക്കുന്നത്. കാരണം മുക്കിക്കൊല്ലൂലെന്ന് മൂസ നബിക്ക് അറിയാം. കാരണം എന്താ? മുങ്ങുകയാണെങ്കിൽ ഇവരൊക്കെ മുങ്ങൂലേ? ഖദർ അലൈഹിസ്സലാം ഉണ്ടല്ലോ അതില്, എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ മുക്കിക്കൊല്ലാൻ വേണ്ടിയല്ല ചോദിക്കണെന്ത് സംശയം പറയാണ്. ഇങ്ങനെ മുന്നോട്ടാൻ പോയിട്ട് ഇതിലൂടെയും വെള്ളം ഇറച്ചു കയറിയത് മുങ്ങാൻ സാധ്യതല്ലേ? അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാവോ? ലഖദ് ജിഅത ശൈഅൻ ഇംറാ, തീർച്ചയായും ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തത്. ഇല്ല, ഗൗരവമുള്ള ഒരു സംഗതിയാണല്ലോ ഇപ്പൊ ചെയ്തത് എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യത്തെ സംശയം തൊടുത്തു വിടുകയാണ്. അള്ളാഹുവിന്റെ തീരുമാനാണ്. മഹാനായ ഖദർ അലൈഹിസ്സലാം ചോദിച്ചു, ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിയ മഇയ സബ്റാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖദർ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അലം അഖുൽ, ഞാൻ പറഞ്ഞിരുന്നില്ലേ,
ഇന്നക്കാ നിശ്ചയമായും താങ്കൾക്ക് ലൻ തസ്തതിയ കഴിയില്ലെന്ന് മഴി എന്റെ കൂടെ സബറൻ ക്ഷമിച്ച് യാത്ര ചെയ്യാൻ എന്റെ കൂടെ നിങ്ങൾക്ക് പൊറുക്കാൻ കഴിയൂല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് വളരെ തന്മയത്വത്തോടെ മഹാനായ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയുക. ആ സമയത്ത് മൂസാ അലൈഹി സ്വലാമിന് പെട്ടെന്ന് ബോധ്യമായി, പടച്ചോനെ മറന്നല്ലോ, അങ്ങനെ കരാറെടുത്താണല്ലോ, മറവിയാണല്ലോ ഇപ്പൊ സംഭവിച്ചത്. ആ മറവി എന്തുകൊണ്ടാ? അതിശയമുള്ളൊരു കാര്യം വന്നപ്പോ ഇത് മറന്നുപോയി. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഖാല ലാ തുആഖിദ്നി ബിമാ നസീത് ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. ലാ തുആഖിദ്നി, താങ്കൾ എന്നെ പിടിച്ച് ശിക്ഷിക്കല്ലേ, ബിമാ നസീതു, ഞാൻ മറന്നതിന്റെ പേരിൽ. മറന്നതാ, നീ ചോദിക്കൂ, ഞാൻ മറന്നതിന്റെ പേരിൽ എന്നെ അങ്ങ് പിടിച്ച് ശിക്ഷിക്കല്ലേ. വലാ തുർഹിഖ്നി, എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ, മിൻ അംരി, എന്റെ ഈ കാര്യത്തിൽ ഉസ്റാ, ഞെരുക്കമുള്ള തീരുമാനമെടുത്തിട്ട് എന്റെ കൂടെ പൊയ്ക്കോന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചാൽ നിങ്ങളെ കൂടെ ഇൽമു പഠിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഞെരുക്കമുള്ള പ്രയാസകരമായ തീരുമാനമൊക്കെ എടുത്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത് ദയവായിട്ട്, ഇത് മറന്നുപോയതാണ്, അതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുത് എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഖിദർ അലൈഹിസ്സലാമിനോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു മറവി പറ്റിയാൽ അത് പറയാ, ഞാൻ മറന്നുപോയതാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള, അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മറവി കൊണ്ട് സംഭവിച്ചു പോയാൽ അള്ളാഹുവിനോട് ആ വിഷയത്തിൽ വരെ നമ്മൾ തേടുന്നുണ്ട്, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുആഖിദ്നാ, നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കല്ലേ, ഇൻ നസീനാ, ഞങ്ങൾ മറന്നുപോയവരാണെങ്കിൽ, മറവി പറ്റിയ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റബ്ബേ ശിക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കണം എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും ചില ആളുകൾ എന്തോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ദുർവ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അള്ളാഹിനോട് ചോദിക്കുന്നതൊക്കെ മഹാത്മാക്കളോടും ചോദിക്കാം, അള്ളാഹിനോട് തേടും പോലെ മഹാത്മാക്കളോടും തേടാം. അതിന് തെളിവെന്താ പറയുന്നത്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹിനോട് നമ്മൾ പറയുന്നതല്ലേ, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ, ഞങ്ങൾ മറന്നുപോയവരാണെങ്കിൽ റബ്ബേ നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കല്ലേ എന്ന് പറയുന്നില്ലേ? ഇവിടെ മൂസാ അലൈഹിസ്സലാം ഖിദർ അലൈഹിസ്സലാമിനോടും പറയുന്നില്ലേ, ലാ തുആഖിദ്നി ബിമാ നസീത്, ഞാൻ മറന്നുപോയതാണ്, അതിന്റെ പേരിൽ എന്നെ പിടിച്ച് ശിക്ഷിക്കല്ലേ. ഇതെങ്ങനെ സഹോദരന്മാരെ പ്രാർത്ഥനയാവുക? ഇത് മൂസാ അലൈഹിസ്സലാം ഖിദർ നബിയോട് വിളിച്ചുള്ള ഒരു തേട്ടല്ലല്ലോ. ഒരുമിച്ച് പോകുമ്പോ നമ്മൾ ആർക്കും സംഭവിക്കൂലേ, ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് എതിരെ ചെയ്യുമ്പോ സോറി മറന്നുപോയതാണ് കേട്ടോ, എന്റെ പേരിൽ ആക്ഷൻ ഒന്നും എടുക്കരുത്, അത്രേ ഇവിടെ ഉള്ളൂ. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥന ഉണ്ടോ? കൂടെ പോവല്ലേ? അതേ അവസരത്തിൽ പറയാമായിരുന്നു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ അലൈഹിസ്സലാമിനോടുള്ള പ്രാർത്ഥന ഇവിടെയില്ല. അതേ അവസരത്തിൽ അങ്ങനെ പറയാമായിരുന്നു. ചരിത്രം എങ്ങനെയാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ അലൈഹിസ്സലാം കേൾക്കാത്ത ദൂരത്ത് വെച്ച്, നേരിട്ട് കേൾക്കാത്ത ഒരു ദൂരപരിധിയിൽ വെച്ച് ലാ തുആഖിദ്നി ബിമാ നസീത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പറയാമായിരുന്നു അതൊരു പ്രാർത്ഥനയാണ്. കാരണം അഭൗതികമായ നിലക്കുള്ള കേൾവിയും അഭൗതികമായ നിലക്കുള്ള ഉപകാര ഉപദ്രവമൊക്കെ പ്രതീക്ഷണ്ടതില്. അപ്പൊ ഇത് പ്രാർത്ഥനയല്ല. പക്ഷെ ഇതൊക്കെ വസ്തുതകൾ കൃത്യമായി അറിഞ്ഞിട്ട് പോലും എന്തിനോ അല്ലാഹുവല്ലാത്ത പലരെയും വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടേതായ ആ പ്രവർത്തനത്തിന് തെളിവ് പരതുകയാണ് പരിശുദ്ധ ഖുർആനിൽ പോലും. വല്ലാഹി അള്ളാഹുവിന്റെ ഖുർആനിൽ അത് ഉണ്ടാവില്ലല്ലോ. കാരണം അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് തൗഹീദ് പഠിപ്പിച്ച് ശിർക്കിനെ എതിർക്കാനാണല്ലോ. പിന്നെ അതിൽ എങ്ങനെ ശിർക്കിന് തെളിവുണ്ടാകും? അപ്പൊ ഇതുപോലെയുള്ള ദുർവ്യാഖ്യാനങ്ങളൊക്കെ നടത്തിയിട്ട് മൂസാ അലൈഹിസ്സലാം ഖിദർ അലൈഹിസ്സലാമിനോട് ലാ തുആഖിദ്നി ബിമാ നസീതു എന്ന് പറഞ്ഞല്ലോ. അതേപോലെ മഹാത്മാക്കളോട് നമുക്ക് വിളിച്ചിട്ട് ശൈഖേ, എന്റെ തെറ്റുകള്, എന്റെ കുറ്റങ്ങള്, എന്നിൽ മറവി പറ്റിയത്, പിഴവ് പറ്റിയത് ഒക്കെ പുറത്തു തരണേ എന്ന് പറയാം
എന്ന് പറയുന്നത് തികഞ്ഞ ദുർവ്യാഖ്യാനമാണ്. അള്ളാഹു അത്തരത്തിലുള്ള പ്രചരണം നടത്തുന്ന കക്ഷികളിൽ നിന്ന് നമ്മുടെ ഈമാനിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത്തരം പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു സൽബുദ്ധി പ്രദാനം ചെയ്തുകൊണ്ട് നേർമാർഗം ജനങ്ങൾക്ക് പ്രബോധനം ചെയ്തു കൊടുക്കാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ മഹാനായ മൂസ നബി അലൈഹിസ്സലാം അവിടെ ക്ഷമായാചനം നടത്തുകയാണ്. ശരി, തുടർന്നുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? ഫൻതലഖാ, അങ്ങനെ ഖിദർ അലൈഹിസ്സലാം അത് സ്വീകരിച്ചു. എന്നിട്ട് ഫൻതലഖാ ഹത്താ ഇദാ ലഖിയാ ഗുലാമൻ ഫഖതലഹു ഖാല അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ് ലഖദ് ജിഅത ശൈഅൻ നുക്റാ. ഹദീസിലെ ഭാഗം ഞാൻ ആദ്യം കേൾപ്പിക്കാം. അവർ രണ്ടാളും ഇങ്ങനെ ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് സമുദ്ര തീരത്തുകൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഖദർ അലൈഹിസ്സലാം ഒരു കുട്ടിയെ കാണുകയാണ്. മറ്റു കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാലൻ. ഖദർ അലൈഹിസ്സലാം ആ കുട്ടിയെ പിടിച്ചിട്ട് തലവെട്ടി കുട്ടിനെ അങ്ങ് കൊന്നുകളഞ്ഞു. കുട്ടിയെ കൊന്നുകളഞ്ഞു. ഹത്താ ഇദാ ലഖിയ, അവർ രണ്ടാളും കണ്ടുമുട്ടുന്നത് വരെ അവരുടെ യാത്ര തുടർന്നു. ഗുലാമൻ, ഒരു ബാലനെ. ഫഖതലഹു, ഖദർ അലൈഹിസ്സലാം ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. ഉടനെ ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ഒക്കെ മറന്നുപോയി. കാരണം അതീവ ഗുരുതരമായ സംഗതിയാ. കപ്പൽ ഇപ്പൊ മുങ്ങുന്ന് വിചാരിച്ചിട്ടുള്ളത് മുങ്ങിയില്ല. ഇതങ്ങനല്ല, ഇത് കൊല്ലല് കഴിഞ്ഞു. ഇനി എന്തായാലും പറയാനുള്ളത്? കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞ് ഭയങ്കര പ്രശ്നല്ലേ, ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത സംഗതിയല്ലേ. ഉടനെ ചോദിച്ചു, അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ്, ഒരു നിർദോഷിയായ ഒരാളെ നിങ്ങൾ കൊന്നുകളഞ്ഞുവോ? നിർദോഷിയല്ലേ ബാലൻ എന്ന് പറഞ്ഞാൽ അതിന് തക്ലീഫൊന്നും ആയിട്ടില്ലല്ലോ. പ്രായപൂർത്തി എത്തിയേട മുതൽക്കാണല്ലോ രക്ഷാശിക്ഷകൾ ആ കുട്ടികളെ നേരിട്ട് ഒരു മനുഷ്യർ നേരിട്ട് ബാധിക്കുന്നത്. പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പുള്ള സൽക്കർമ്മങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് പ്രതിഫലമുണ്ട്, ദുഷ്കർമ്മങ്ങൾക്ക് തെറ്റില്ല എന്നതാണല്ലോ ഇസ്ലാമിന്റെ വിധി. അപ്പൊ അത് സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞെന്താണ്? നിർദോഷിയാണ്, ദോഷമില്ലാത്ത ഒരാളല്ലേ. ആ പ്രായത്തിലുള്ള ഒരു ബാലനെ നിങ്ങൾ കൊന്നുകളഞ്ഞോ? ബിഗൈരി നഫ്സിൻ, ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അതിനൊരു നിയമം, ഒരാളെ കൊന്നതിന് പകരല്ലേ കൊല്ലുക, ഖിസാസ് എന്ന നിലക്ക്. പകരത്തിന് പകരമല്ലാതല്ല ഇപ്പൊ നിങ്ങളിത് കൊന്നുകളഞ്ഞത്. ലഖദ് ജിഅത ശൈഅൻ നുക്റാ, ആക്ഷേപാർഹമായ ഒരു മഹാകാര്യം തന്നെയാണ് ഇപ്പൊ താങ്കൾ ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി കട്ടി കൂടി. ആദ്യം ശൈഅൻ ഇമ്രാനാ പറഞ്ഞത്, അതൊരു വല്ലാത്ത വിഷയമാണല്ലോ എന്നാണ് അതിന്റെ അർത്ഥം, വല്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ പറഞ്ഞപ്പോ ഒന്നും കൂടി ഗൗരവത്തിൽ പറഞ്ഞു, ശൈഅൻ നുക്റാ, ആക്ഷേപാർഹമായ, ആക്ഷേപിക്കപ്പെടുക തന്നെ ചെയ്യേണ്ടുന്ന കടുത്ത ഒരു പ്രവർത്തനം തന്നെയാണല്ലോ താങ്കൾ ചെയ്തിരിക്കുന്നത് എന്ന് ടോണൊന്നും മാറി. ആ അവസരത്തിൽ ഖദർ അലൈഹിസ്സലാമിന്റെ ടോണും മാറുകയാണ്. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിയ മഇയ സബ്റാ. ആദ്യത്തെ സംഭവത്തിൽ ഖാല അലം അഖുൽ ഇന്നക എന്നായിരുന്നു. ശരിക്കും മനസ്സിലാക്കണം. അവിടെ എന്തേ അർത്ഥമുള്ളൂ? അലം അഖുൽ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇന്നക, തീർച്ചയായും താങ്കൾക്ക് ലൻ തസ്തതിയ മഇയ സബ്റാ, എന്റെ കൂടെ സഹിക്കാനാവില്ല. ഇപ്പൊ പറഞ്ഞപ്പെട്ടോണൊന്നും മാറി. അലം അഖുൽ ലക, നിന്നോടല്ലേ ഞാൻ പറഞ്ഞിരുന്നത് എന്നായി. ഇന്നക ലൻ തസ്തതിയ മഇയ സബ്റാ, എന്റെ കൂടെ സഹിക്കാൻ പറ്റൂല. അതങ്ങനെയാണല്ലോ. നമ്മൾ ഒരിക്കലാളുടെ ഒരു കാര്യം പറയും, പിന്നെയും പറയാൻ വേണ്ടി വരുമ്പോൾ എന്താ പറയുക? നിന്നോടല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞത് നിന്നോട് തന്നെയാണ്. രണ്ടാമതും പറയുമ്പോ നിന്നോടല്ലേ എന്ന് പറയുമ്പോ ആദ്യം പറഞ്ഞത് നിന്നോട് തന്നെയല്ലേ. അതെ, പിന്നെ രണ്ടാമത്തിന് എന്താ? അത് കുറച്ചു കാർക്കശ്യമായ ഒരു ശൈലിയാണ്. അതാണ് ഖുർആന്റെ പദപ്രയോഗങ്ങളിൽ വരെ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ ആയത്തിൽ വന്നതെന്താണ്? ഖാല അലം അഖുൽ ഇന്നക എന്നാ പറഞ്ഞത്. ഇപ്പോഴോ ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിയ മഇയ സബ്റാ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്, എന്റെ കൂടെ നിനക്ക് പൊറുക്കാനാവില്ലെന്ന്. ആ സമയത്ത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം കൂടുതൽ വിനീതനാവുകയാണ്. അദ്ദേഹത്തിന് ശരിക്കും ബോധ്യാണ് തന്റെ ഒരു അനുസരണക്കേട് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, قال ألم قال إن سألتك عن شيء بعدها
ഫലാ തുസാഹിബ്നി ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റാ. നബി അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻ സഅൽതുക, ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ, അൻ ശൈഇൻ, വല്ല കാര്യത്തെക്കുറിച്ച്, ബഅദഹാ, ഇതിന്റെ ശേഷം ഞാൻ ചോദിക്കില്ല. ഇനി ഞാൻ വല്ലതും ചോദിച്ചാൽ ഫലാ തുസാഹിബ്നി, ഇനി നിങ്ങൾ എന്നെ കൂടെ കൂട്ടണ്ട. കണ്ടോ, അവിടെയും ആ ശൈലി എത്ര വിനീതമാണ്. ഞങ്ങളെ കൂടെ കൂടൂല എന്നല്ല പറയുന്നത്, കാരണം നിങ്ങൾ എന്നെ കൂട്ടിയിട്ട് നിങ്ങളുടെ കാരുണ്യത്തിലപ്പൊ ഞാൻ അങ്ങനെ പോരുന്നത്. അതുകൊണ്ട് ഫലാ തുസാഹിബിനി, നിങ്ങൾ എന്നെ ഇനി കൂടെ കൂട്ടണ്ട. ഇനി എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ എന്നെ കൂട്ടണ്ട. കാരണം ഖദ് ബലഗ്ത, താങ്കൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, മില്ലദുന്നി ഉദ്റാ, എന്റെ പക്കൽ നിന്ന് തന്നെ താങ്കൾക്ക് ഒഴികഴിവ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെയ്താൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. കാരണം അത്രത്തോളം എന്റെ അടുക്കൽ നിന്ന് അബദ്ധം വന്നിട്ടുണ്ട്. അതിന് മാത്രം നിങ്ങളോട്, അഥവാ എനിക്ക് എന്റേതായ കാര്യം പാലിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ എന്നെ നിങ്ങൾ കൂടെ കൂട്ടേണ്ടതില്ല എന്ന് ക്ഷമാപണ സ്വരത്തിൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാമിനോട് പറയുന്നു. അങ്ങനെ അത് അദ്ദേഹം സമ്മതിച്ചു. فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا. രണ്ടാളും വീണ്ടും യാത്ര പോവുകയാണ്. മൂന്നാമത്തെ സംഭവത്തിലേക്ക് നീങ്ങുകയാണ്. ഹത്താ ഇദാ അതയാ, അങ്ങനെ അവർ രണ്ടാളും ചെന്നെത്തി. അവർ യാത്ര ചെയ്ത് നടന്ന് എത്തിച്ചേർന്നു അഹ്ല ഖറിയത്തിന്റെ, ഒരു നാട്ടുകാരുടെ അടുക്കൽ, ഒരു രാജ്യത്ത് എത്തിച്ചേർന്നു. ഒരു നാട്ടിൽ അവർ രണ്ടാളും എത്തിച്ചേർന്നു. അവരാണെങ്കിൽ വിദേശികളാണ്, ആ നാട്ടുകാരല്ല. വളരെ വിശന്ന് വലഞ്ഞിട്ടുണ്ട്, യാത്രാ ക്ഷീണുണ്ട്. ആ പ്രദേശത്തെത്തിയപ്പോ ഇസ്തത്അമാ, അവർ രണ്ടാളും ഭക്ഷണം ആവശ്യപ്പെട്ടു. അഹ്ലഹ, ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഒരു നാട്ടിലേക്ക് വന്ന ഗസ്റ്റിന് 3 ദിവസം അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇസ്ലാമിലുള്ള ആദിത്യ മര്യാദയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി അടക്കമുള്ള മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദിയാഫത്തു സലാസത്തു അയ്യാം, ആതിഥ്യം, ഒരതിഥിയായിട്ട് ഒരാൾക്ക് നിങ്ങൾ എന്തിനു വന്നു എന്ന് പോലും ചോദിക്കാതെ നിൽക്കാൻ അയാൾക്ക് റൈറ്റ് ഉണ്ട്. എത്ര ദിവസം? സലാസത്തു അയ്യാം, 3 ദിവസം. ഫമാ കാന വറാഅ ദാലിക ഫഹുവ സദഖ, അതിലപ്പുറം നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം, സദഖയാണ്. ഇത് അയാൾക്ക് കിട്ടേണ്ട ഹക്കാണ് എന്നാ പറയുന്നത്. ഒരു ഗസ്റ്റിന്റെ ഹക്കാണ് 3 ദിവസം നമ്മൾ അയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കല്. അതിന്റെ അപ്പുറം ചെയ്തു കൊടുക്കുന്നത് സദഖയായിട്ടും കൂട്ടുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളവരൊക്കെ ഗസ്റ്റിനെ ആദരിക്കണം, അതിഥിയെ ആദരിക്കണം എന്ന്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു, ആര് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവോ അവൻ തന്റെ അതിഥിയെ ആദരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ നിയമമാണ്. ഈ 2 ആളുകൾ വിദേശികളായ ഇവർ ആ രാജ്യത്ത് എത്തിപ്പെട്ട് ക്ഷീണിതരാണ്. ഹോട്ടലുകളില്ല, സത്രങ്ങളില്ല, ഇന്നത്തെ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോ ഫഅബൗ, ആ നാട്ടുകാര് വിസമ്മതിച്ചു. അയ്യുദയ്യിഫൂഹുമാ, ആ 2 ആളുകളെയും സൽക്കരിക്കാൻ, 2 ആളുകളോടും അതിഥി മര്യാദ പോലും പാലിക്കാതിരിക്കാൻ മാത്രം വല്ലാത്തൊരു ദുഷിച്ച മനസ്സിന്റെ ഉടമകളായിരുന്നു ആ നാട്ടുകാരെന്ന് മനസ്സിലാക്കണം. അത്രത്തോളം മോശപ്പെട്ട ഒരു ജനതയുടെ നാട്ടിലേക്കാണ് 2 പേരും ചെന്നെത്തിയത്.
അവര് സമ്മതിച്ചില്ല. അവർ വിസമ്മതിച്ചു. ഇവർക്ക് രണ്ടാളോടും ആതിഥ്യ മര്യാദ പാലിച്ചുകൊണ്ട് ഭക്ഷണം പോലും കൊടുത്തില്ല. അങ്ങനെ അവരവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ അവരുടെ രണ്ടാളുടെയും ദൃഷ്ടിയിൽപ്പെടുകയാണ് ജിദാർ എന്നൊരു മതിൽ, ഒരു വാൾ, ഒരു മതില്. ആ മതില് യുരീദു അൻ യൻഖല്ല, അത് വീഴാൻ ഉദ്ദേശിച്ച് നിൽക്കുകയാണ്. മതിലിന് ഉദ്ദേശം ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കണ്ട. യുരീദു അൻ യൻഖല്ല, മതിലിനെ കുറിച്ചാ പറഞ്ഞത്, മനുഷ്യനെ കുറിച്ചല്ല. ഇനി അത് അലങ്കാരാന്നും പറയാൻ പോകണ്ട, അതൊക്കെ ഒരു ആലങ്കാരികമായ പ്രയോഗമാണ്, ഭാഷയിലെ അങ്ങനത്തെ ഒരു പ്രയോഗമാണ് എന്നും പറയാൻ പോകണ്ട. അതിലൊന്നും ഒരു പുതുമല്ല. മതില് വീഴാൻ ഉദ്ദേശിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ മതില് ഉദ്ദേശിക്കാന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് പലതിനെ കുറിച്ചും. ലോകത്തുള്ള ഒരു വസ്തുവുമില്ല അള്ളാഹുവിനെ പ്രകീർത്തിക്കാതെ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവൂല എന്നാ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ഒരു വസ്തുവുമില്ല ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും വാഴ്ത്തുകയും ചെയ്യാതെ. പക്ഷേ നിങ്ങൾക്ക് അവയുടെ തസ്ബീഹ് മനസ്സിലാവൂല എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാന്റെ റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്കൊരു കല്ലിനെ പരിചയമുണ്ട്. എന്നോട് സലാം ചൊല്ലിയിരുന്ന ഒരു കല്ലിനെ എനിക്കറിയാമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉഹദ് മലയെ കുറിച്ച് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹാദാ ഉഹദ്, ഈ ഉഹദ് മല യുഹിബ്ബുനാ വനുഹിബ്ബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച പദം. യുഹിബ്ബുനാ, ഈ മല ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, വനുഹിബ്ബുഹു, ഞങ്ങൾ ആ മലയെയും സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ മല ഇങ്ങോട്ട് സ്നേഹിക്കൂ, ആ പ്രയോഗം. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ അവിടത്തേക്ക് സ്പെഷ്യലായി ഒരു മിമ്പർ സ്ഥാപിക്കപ്പെടുന്നതിന്റെ മുമ്പ് അവിടുന്ന് ജുമാ ഖുത്ബ നിർവഹിച്ചിരുന്നത് ഒരു ഈത്തപ്പനയുടെ തടിയിൽ, ഒരു ഈത്തപ്പന മുട്ടി വെട്ടി ശരിപ്പെടുത്തിയിട്ട് ആ ഈത്തപ്പന തടിയിൽ കയറി നിന്നുകൊണ്ടായിരുന്നു. ഒരു സ്റ്റൂള് മാതിരി ഈത്തപ്പന തടി, അതിന്റെ ഒരു മുട്ടി അതിമ കയറി നിന്നിട്ടായിരുന്നു ഖുത്ബ നിർവഹിച്ചിരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നല്ല ഇന്ത്യൻ തേക്ക് കൊണ്ട് ഒരു മിമ്പർ പണിത് കൊടുത്തു. ആ മിമ്പറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഖുത്ബ നടത്താൻ വേണ്ടി കയറിയ ഈ മിമ്പറിനെ, ഈ ആദ്യകാല ഈ ഈത്തപ്പന മുട്ടിയെ പള്ളിയുടെ ഒരു മൂലയിലേക്ക് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ കയറി നിന്നിരുന്ന ആ ഈത്തപ്പന മുട്ടി അള്ളാന്റെ റസൂല് പുതിയതായിട്ട് നിർമ്മാണം പൂർത്തിയാക്കപ്പെട്ടിട്ടുള്ള പുതിയ മിമ്പറിൽ കയറി നിന്ന് ഖുത്ബ ആരംഭിച്ചപ്പോ ഒരു ഏങ്ങലടി കേൾക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തേങ്ങിക്കരയ, ഹനീൻ എന്നാണ് പ്രയോഗിക്കപ്പെട്ട പദം. ആ ഈത്തപ്പന തടിയിൽ നിന്ന് ഒരു തേങ്ങിക്കരച്ചിൽ, അതിന്റെ ഒരു ദുഃഖപ്രകടനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്മേൽ കൈവച്ച് ആശ്വസിപ്പിച്ചു എന്ന് ഹദീസുകൾ രേഖപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെയുണ്ട്, ലോകത്ത് അങ്ങനെ സംഭവിക്കാം. നമുക്ക് മനസ്സിലാവൂല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വഇന്ന മിനൽ ഹിജാറ ലമാ യതഫജ്ജറു മിനൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹനെ പേടിച്ചിട്ട് താഴത്തേക്ക് ഉരുണ്ടു വീഴുന്ന കല്ലുകളുണ്ട്. പടച്ചോനെ പേടിക്കുന്ന കല്ല് എന്നായി. അങ്ങനെയൊക്കെ സംഭവിക്കാം. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ പ്രയാസം തോന്നണ്ട, അലങ്കാര പ്രയോഗാനും പറയണ്ട. ശരി, ഞാൻ അതിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. പറയുമ്പോ ചില കാര്യങ്ങളൊക്കെ സാന്ദർഭികമായിട്ട് പറയേണ്ടി വരികയാണ്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. ശരി, അങ്ങനെ ഈ പർവ്വതം അതിങ്ങനെ ഈ മതിൽ അതിങ്ങനെ വീഴാനെടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഖദർ അലൈഹിസ്സലാം ചെന്നിട്ട് ആ വീഴാൻ നിൽക്കുന്ന മതിൽ തന്റെ കൈ കൊണ്ടങ്ങ് താങ്ങി നിർത്തി ശരിപ്പെടുത്തുന്നു. അതെങ്ങനെ ശരിപ്പെടുത്തി എന്ന് ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടില്ല. മഹാനവറുകൾ അത് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന മതില് തന്റെ കൈ കൊണ്ട് അങ്ങനെ തന്നെ വന്നാണ് തടവിയിട്ട് നിർത്തിയതാണോ, അതോ അവിടെ അദ്ദേഹം ഒരു തൊഴിലാളിയെ പോലെ അതിന്റെ കേടുവന്ന ഭാഗത്തിലുള്ള ഭാഗങ്ങളൊക്കെ അടച്ചിട്ട്
വീണ്ടും ഒരു പടവ് നടത്തിയിട്ട് പുനർനിർമ്മാണം നടത്തിയതാണോ? എത്രയായിരുന്നു ആ മതിലിന്റെ നീളവും വീതിയും എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ അറിയേണ്ടതൊക്കെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഏതാവട്ടെ, ആ ജനതയുടെ കേടുവന്ന് നിൽക്കുന്ന മതില് മഹാനവറുകൾ ശരിയാക്കി നിവർത്തി കൊടുക്കുന്നു. ഇത് കണ്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ അല്ലെങ്കിൽ തന്നെ വിഷമമുണ്ടല്ലോ. വിശന്ന് വലഞ്ഞൊരു നാട്ടിലേക്ക് ചെന്നിട്ട് ആ നാട്ടുകാരോട് ഒരൽപ്പം ഭക്ഷണം ചോദിച്ചിട്ട്, ഒരൽപ്പം വെള്ളം ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത ഒരു നാട്ടുകാരുടെ കേടുവന്ന് നിൽക്കുന്ന മതില് നേരെയാക്കാൻ പോകണോ? ഖാല ലൗ ശിഅത ലത്തഹർത അലൈഹി അജ്റാ. താങ്കൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തിനത് പണിയെടുത്തു കൊടുത്തു എന്നൊന്നും ചോദിച്ചില്ല. അതൊക്കെ അദബുകേടല്ല. അദബുകേടുള്ള ഒരു വർത്താനം മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ ശ്രദ്ധിച്ചാ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ലൗ ശിഅത, താങ്കൾ ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ ലത്തഹർത അലൈഹി, ഈ പണിക്ക് വാങ്ങാമായിരുന്നല്ലോ അജറ, കൂലി വാങ്ങായിരുന്നില്ലേ ഇവര് നമ്മളോട് അതല്ലേ ചെയ്ത പണി? ഒറ്റ വെള്ളം ചോദിച്ചിട്ട് തരാത്ത, ഒരൽപ്പം ഭക്ഷണം ചോദിച്ചിട്ട് തരാത്ത, ഒരു ആദിത്യ മര്യാദയും പാലിക്കാത്ത ഇത്തരത്തിലുള്ള ഈ ദുഷ്ടന്മാരായ ആളുകളുള്ള ഈ നാട്ടിൽ നമ്മൾ എന്തിനു വെറുതെ ഒരു തൊഴിൽ ചെയ്തു കൊടുക്കുന്നു? നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കൂലി വാങ്ങിക്കൂടായിരുന്നില്ലേ എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്. ആ അവസരത്തിൽ ചാൻസ് കഴിഞ്ഞല്ലോ, ഇനി ഒന്നും മൂസ നബിക്ക് പറയാനുമില്ല. ഖദർ അലൈഹിസ്സലാം പറയാണ്, قال هذا فراق بيني وبينك قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا هذا إذا فراق بيني وبينك. എന്റെയും നിന്റെയും ഇടക്കുള്ള വേർപാടിന്റെ സമയമായി. ഇനി ഒന്നിച്ചു മുന്നോട്ട് പോകാൻ പറ്റൂല മൂസ. ഇതാണ് നമുക്കിടയിലുള്ള വേർപാടിന്റെ ടൈം. ഇനി പറ്റൂല. പക്ഷെ അങ്ങനെ പോകാൻ പറ്റേ? അങ്ങനെ നിങ്ങൾ പറഞ്ഞേക്കൊന്നുമില്ല. നിങ്ങൾക്കുള്ള സംശയം തീർത്തു തരണല്ലോ. സഉനബ്ബിഉക, താങ്കൾക്ക് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ബിതഅ്വീൽ, വ്യാഖ്യാനം എന്താണെന്ന്, ഉൾസാരം എന്താണെന്ന്. മാലം തസ്തതി അലൈഹി സബ്റാ, താങ്കൾക്ക് അസഹനീയമായി തോന്നിയ, താങ്കൾക്ക് സഹിക്കാൻ സാധിക്കാത്ത കുറെ വിഷയങ്ങൾ ഇപ്പൊ നടന്നല്ലോ. അതിന്റെയൊക്കെ പിന്നിലെ രഹസ്യങ്ങൾ എന്താണെന്ന്, അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യാം. ഈ സംഭവം ഉദ്ധരിച്ചിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം നോക്കൂ നിങ്ങൾ. വദിദ്ന അന്ന മൂസ സബറ വദിദ്ന ലൗ അന്ന മൂസ സബറ ഹത്താ യുഖസ്സ അലൈനാ മിൻ അംരിഹിമാ. നമ്മൾ ആഗ്രഹിച്ചു പോയി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മൾ ആഗ്രഹിച്ചു പോയി മൂസാ നബി അലൈഹിസ്സലാം കുറച്ചും കൂടി ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ അവരുടെ രണ്ടാളുടെയും കഥ നമുക്ക് വേറെയും കുറെ കൂടി കിട്ടുമായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് ചാൻസ് പോയില്ലേ. ഒന്നും കൂടി ക്ഷമിച്ച് ഇങ്ങനെ ഉണ്ടാകുന്ന കാരണം നാലാമത്തെ കാര്യവും കിട്ടുമായിരുന്നു, അഞ്ചാമത്തതും കിട്ടുമായിരുന്നു, കുറെ കഥ കിട്ടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ പറയുകയുണ്ടായി എന്ന് മഹാന്മാരായ സഹാബാ കിറാം റിപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. أما السفينة فكانت لمساكين يعملون في البحر فأردت أن نعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. ഒന്നാമത്തെ വിഷയം പറഞ്ഞു കൊടുക്കുകയാണ്. ആ കപ്പൽ കേടാക്കിയില്ലേ മൂസ ഞാൻ? അമ്മ സഫീന, ആ കപ്പൽ ഫകാനത് ലിമസാകീൻ, അത് ചില പാവപ്പെട്ട ആൾക്കാരുടെ കപ്പലാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെങ്ങനെ കപ്പലിന്റെ ഉടമ, കപ്പലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മിസ്കീൻ എങ്ങനെയായി പറയാം? കപ്പലിന്റെ ഒക്കെ ഉടമ പിന്നെ എങ്ങനെ മിസ്കീനാവുക? സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാവുമല്ലോ. കപ്പലൊക്കെ ഉള്ള ആൾക്കാർക്ക് എങ്ങനെ മിസ്കീൻ എന്ന് പറയാൻ പറ്റുമോ? അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്,
തുടർന്നുകൊണ്ട് പറയാണ് യഅ്മലൂന ഫിൽ ബഹരി, സമുദ്രത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന പാവങ്ങളുടെ കപ്പലാണ്. എന്നെങ്കിൽ അവർ ആളുകളെ കടത്തുകൂലി വാങ്ങുന്നു, അല്ലെങ്കിൽ അവർ ആ കപ്പൽ ഉപയോഗപ്പെടുത്തിയിട്ട് മത്സ്യവേട്ട നടത്തുന്ന ആ നിലക്കുള്ള മത്സ്യത്തൊഴിലാളികളാണ്. എന്തായിരുന്നാലും പ്രയോഗിച്ച മസാക്കീൻ എന്ന പദമാണല്ലോ നമ്മൾ പറയുന്നത്. ആ മസാക്കീൻ എന്ന് പറയാൻ കാരണം പരിശുദ്ധ ഖുർആനിൽ രണ്ടായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, തീർച്ചയായും സക്കാത്തിന് അവകാശികൾ ആരൊക്കെയാണ്? 8 ആളുകളെ എണ്ണി തുടങ്ങുമ്പോൾ ആദ്യം തന്നെ സൂറത്തു തൗബയിലൂടെ അല്ലാഹു പറയുന്നത് ആർക്കാണ് അവകാശമുള്ളത്? അന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, ഫുഖറായിനും മിസ്കീനിനുമാണ്. ആദ്യ ചാൻസ് ഫുഖറായിനാണ്, ഏറെ അർഹതപ്പെട്ടവർ. രണ്ടാമത് മിസ്കീന്മാരുമാണെന്നർത്ഥം. എന്താ വ്യത്യാസം? ഫഖീർ എന്ന് പറഞ്ഞാല് ഒന്നുമില്ലാത്തവർ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം. ഫുഖറാഅായ മുഹാജിരീങ്ങൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിരീങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു അവർ ഫഖീർമാരാണ്. എന്താ കാരണം? ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം, അവരുടെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്, അപ്പൊ വീടുമില്ല. വ അംവാലിഹിം, അവരുടെ സമ്പത്തുക്കളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്, മുതലുമില്ല. അങ്ങനത്തെ പരമദരിദ്രന്മാരാണ് ആര്? ഫുഖറാ. അവർക്കാണ് സക്കാത്തിന്റെ ഒരു വിഹിതം. അവർക്ക് സക്കാത്ത് വാങ്ങാൻ അർഹതയുണ്ട്, കൊടുക്കും വേണം. രണ്ടാമത് പറഞ്ഞ മസാക്കീൻ, അപ്പൊ എന്താണ്? മിസ്കീൻ എന്ന് പറഞ്ഞാല് അവർക്ക് ജോലിയൊക്കെ ഉണ്ട്, ചിലപ്പോ ഒരു കാറും ഉണ്ടാവും, വാഹനമൊക്കെ ഉണ്ടാവും, പക്ഷേ കിട്ടുന്നത് കൊണ്ട് ജീവിതത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള വകുപ്പിനുള്ളത് കിട്ടൂല, തികയൂല. അവരാ മിസ്കീൻ. അതാണ് ഫഖീർ മിസ്കീന് വ്യത്യാസമായി പണ്ഡിതന്മാര് മഹാഭൂരിപക്ഷവും പല കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വളരെ പ്രധാനമായി പറഞ്ഞൊരു കാരണം ഇതാണ്. അവർക്ക് ജോലിയും കാര്യമൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെ കാര്യത്തിന് അത് തികയൂല. അപ്പൊ അവർക്കും സക്കാത്ത് എന്ത് ചെയ്യാം? സ്വീകരിക്കാം. അവരാണ് മസാക്കീൻ. അപ്പൊ അതാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രയോഗങ്ങളിൽ പോലും നമ്മൾ മനസ്സിലാക്കണം. ഫകാനത്തിൽ മസാക്കീന, അത് മിസ്കീന്മാരെ കപ്പല. യഅ്മലൂന ഫിൽ ബഹരി, സമുദ്രത്തിൽ ഇങ്ങനെ ജോലി ചെയ്ത് അന്നാണ് കിട്ടുന്ന ഇതുകൊണ്ട് ഇങ്ങനെ മഈശത്ത് കഴിഞ്ഞു പോകുന്ന പാവങ്ങളായ ആൾക്കാരാണ്, അവരുടെ കപ്പലാണ്. ശരി, പിന്നെ ഞാനത് എന്തിനാ അങ്ങനെ ചെയ്തത്? എന്തിനാ അതിന് കേടുവരുത്തിയത്? ഫഅറത്തു അൻ നഈബഹാ, ഞാൻ അതിന് ന്യൂനതയുണ്ടാക്കാൻ ഉദ്ദേശിച്ചു. അതിനെ കേടുവരുത്തിയത് എന്തിനാണെന്നറിയോ? വകാന വറാഅഹും മലികുൻ, മുമ്പിൽ ഒരു രാജാവ് വരാൻ പോകുന്നുണ്ട്. ഇവരുടെ മുമ്പിൽ വറാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നില് എന്നാണ്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്, ചില വേർഡുകൾ, ചില കലിമകൾ, ചില വാക്കുകൾ വ്യത്യസ്തങ്ങളായ നേരെ വിപരീതാർത്ഥത്തിന് വേണ്ടി തന്നെ ഒരേ പദം ഉപയോഗിക്കും. ഇപ്പൊ വറാ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താ അർത്ഥം? പിന്നില് എന്നാണ്. അതേ അവസരത്തിൽ മുന്നില് എന്നുള്ളതിനും ഭാഷയിൽ എന്താ പ്രയോഗിക്കുക? വറാ തന്നെ പ്രയോഗിക്കും. അമാം എന്ന് വേറെ വേർഡുണ്ട്, അമാം എന്ന് വേറെ വേർഡുണ്ട് മുന്നിലുള്ളതിന്. അതേ അവസരത്തിൽ വറാ എന്ന് തന്നെ ഏതിനും പ്രയോഗിക്കും. മുന്നിൽ എന്ന് പറയാനും പിന്നിൽ എന്ന് പറയാനും അറബി ഭാഷയിൽ രണ്ടിനും പ്രയോഗിക്കുന്ന ഒരു പദമാണെന്ത്? വറാ. അപ്പൊ വക്കാന വറാഅഹും, അവരുടെ ശേഷം ഇനി വരാൻ പോകുന്നുണ്ട് ഒരു മലിക്കുന്ന ഒരു രാജാവ്. ആ രാജാവിനൊരു സ്വഭാവമുണ്ട്, അയാളൊരു ദുഷ്ടനാണ്, അയാളൊരു സ്വേച്ഛാധികാരിയാണ്. അയാളുടെ ഹോബി എന്താണ്? യഖുദു കുല്ല സഫീനത്തിൻ, അയാളുടെ നിയന്ത്രണ രേഖയിലൂടെ, അയാളുടെ പരിധിയിലൂടെ, അയാളുടെ ദൃഷ്ടിയിലൂടെ കടന്നു പോകുന്ന എല്ലാ നല്ല കപ്പലും ഗസ്ബൻ മൂപ്പര് പിടിച്ചെടുക്കും. അതെങ്ങനെ നോക്കും? തൊഴിലാളികളെയും പട്ടാളക്കാരെയൊക്കെ വിട്ടിട്ട് വരുന്ന കപ്പലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി പറയും. കേടൊന്നുമില്ല, നല്ല ഒന്നാം തരം കപ്പലാണോ, എന്നാ അത് മൂപ്പർക്ക് വേണം. മൂപ്പരെടുക്കും, പിടിച്ചെടുക്കും. കവർച്ചക്കാരനാണ്, പിടിച്ചെടുക്കും. അപ്പൊ എന്ത് ചെയ്യാണ്? അതിൽ നിന്ന് ഈ പാവങ്ങൾ രക്ഷപ്പെട്ടോട്ടെ. ഇയാളുടെ പരിധിയിലൂടെ ഈ കപ്പൽ ഇങ്ങനെ പോകുമ്പോ ഇയാൾ നോക്കുമ്പോ ഇതൊരു പലകയൊക്കെ പൊളിഞ്ഞൊരു പൊട്ടക്കപ്പല, അതാർക്ക് വേണം? അയാൾ അതിനെ വെറുതെ വിട്ടോളും. ഈ മിസ്കീന്മാർക്ക് ആ കപ്പൽ കിട്ടൂലേ? കുറച്ച് കഴിഞ്ഞിട്ട് മഹാനായ ഖദർ അലൈഹിസ്സലാം തന്നെ ആ പലക അവിടെ വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇയാളെടുത്തു നിന്നാണ് കടന്നു പോണ്ടേ. അപ്പൊ ഇയാൾ നോക്കുമ്പോ കപ്പലിന് ഇങ്ങനെ ഒരു കേട് വേണം. അപ്പൊ എന്ത് ചെയ്യാം? ഈ കപ്പൽ രക്ഷപ്പെട്ടോളും, ഈ മിസ്കീന്മാർക്ക് ആ സ്വത്ത് നഷ്ടാവൂല. അതിനാ ഞാൻ അങ്ങനെ ചെയ്തത്. അതായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഉദ്ദേശം. ഇനിയോ
وأما الغلام فكان أبواه مؤمنين وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما وأما الغلام എന്നാൽ ആ ബാലന്റെ കാര്യം, ഒരു കുട്ടിയെ കൊന്നില്ലേ, അതിന്റെ കാരണം വിവരിക്കാൻ പോകും. ഫകാന അബവാഹു മുഅ്മിനീൻ, ആ കുട്ടിയുടെ മാതാപിതാക്കൾ രണ്ടാളും മുഅ്മിനീങ്ങളാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ രണ്ടാളും ആരാണ്? മുഅ്മിനീങ്ങളാണ്. വാപ്പിമ്മയൊക്കെ നല്ല മുഅ്മിനീങ്ങളായ വാപ്പിമ്മയാണ്, വിശ്വാസികളാണ്. ഫഖശീന, അപ്പോൾ നമ്മൾ ഭയപ്പെടുകയുണ്ടായി, അയ്യുർഹിഖഹുമാ, ആ സാലിഹീങ്ങളായ മാതാപിതാക്കളെ ഈ കുട്ടി ബുദ്ധിമുട്ടിക്കുമെന്ന്, തുഗ്യാനം വകുഫ്റാ, അതിക്രമത്താലും കുഫറിനാലും. ഈ കുട്ടി വളർന്നു വന്നാൽ ഈ സാലിഹീങ്ങളായ മാതാപിതാക്കൾക്ക് ഈ കുട്ടി വളരുന്നത് നല്ലതല്ല. ഒന്നുകിൽ ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടികളോടുള്ള അമിതമായ സ്നേഹം നിമിത്തം ഈ കുട്ടികൾ പറയുന്നതൊക്കെ കേൾക്കും. അങ്ങനെ കാഫിറാകാൻ വേണ്ടി പറഞ്ഞാൽ അവർ കാഫിറും ആകും, അത്രത്തോളം കുട്ടികളോടുള്ള സ്നേഹത്തിൽ. അങ്ങനെ പോയാൽ ഇവർക്ക് ഭാവിയിൽ ഇവർക്ക് ഹൈറാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഉപദ്രവങ്ങളാണ് വരാൻ പോകുന്നത്. എന്താ രണ്ട് ഉപദ്രവം? ഒന്നിവിടെ കുട്ടിനെ കൊല്ലുക എന്നുള്ള ഉപദ്രവമാണ്, മറ്റൊന്നോ രണ്ടാളുടെ ഈമാൻ തകർന്നു പോകുക എന്നുള്ളതാ ഉപദ്രവം. രണ്ടാളുടെ ഈമാൻ തകരലാണോ ഏറ്റവും പരമപ്രധാനം, അവരുടെ ഈമാൻ തകരാതിരിക്കലാണ്. അതുകൊണ്ട് അള്ളാന്റെ നിർദ്ദേശമാണ് ഇതിനങ്ങ് കൊന്നുകളയാ, ഇത് വളരാൻ വിടണ്ട. ഇത് വളർന്നാൽ ഭാവിയിൽ മാതാപിതാക്കളെ ഇവർ രണ്ടാളെയും ഈ കുട്ടിയെ അതിക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അവരെ കുഫറിലേക്കാ കൊണ്ടുപോകുക. അള്ളാഹ്ക്കറിയാലോ, കുഫറിലേക്കാണ് കൊണ്ടുപോകുക. അതുകൊണ്ട് നാം ഉദ്ദേശിച്ചു അയ്യുബ്ദിലഹുമാ, ഈ രണ്ട് മാതാപിതാക്കൾക്കും പകരം കൊടുക്കാൻ. റബ്ബുഹുമാ, അവരുടെ രണ്ടാളുടെയും റബ്ബ് ഈ മാതാപിതാക്കൾക്ക് പകരം കൊടുക്കട്ടെ. ഖൈറൻ മിൻഹു, ഈ കുട്ടിയേക്കാൾ ഉത്തമനായ ഒരുവനെ, സകാത്തൻ, പരിശുദ്ധിയിൽ ഉത്തമനായവനെയും, വഅഖറബ റഹ്മാ, കാരുണ്യത്താൽ കരുണയിൽ കൂടുതൽ അടുപ്പമുള്ളവനായ നിലക്ക്, അതുപോലെ തന്നെ പരിശുദ്ധനാകുന്ന നിലക്ക് മറ്റൊരു കുട്ടിയെ റബ്ബ് അവർക്ക് പകരം കൊടുക്കട്ടെ. ആ ഉദ്ദേശാർത്ഥമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ബാലനെ കൊന്നുകളഞ്ഞത്. രണ്ടാമത്തെ വിഷയത്തിനും മറുപടി പറഞ്ഞു. മൂന്നാമത്തെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تسطع عليه صبرا. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തരികയാണ് നമുക്ക്. വഅമ്മൽ ജിദാർ, എന്നാൽ ആ മതിലിന്റെ കാര്യം എന്തിനാണ് നേരാക്കി കൊടുത്തത്? അതങ്ങ് പൊളിഞ്ഞോട്ട് വിചാരിച്ച മതിയെന്നില്ല. എന്തിനാണ് പൊളിയാൻ സമ്മതിക്കാതെ നേരെ നിവർത്തി കൊടുത്തത്? അത് പറഞ്ഞു തരാം. ഫകാന ലിഗുലാമൈനി യതീമൈൻ, ആ മതിൽ രണ്ട് അനാഥ കുട്ടികളുടേതാണ്. രണ്ട് അനാഥ കുട്ടികളുടെ മതിലാണ്. അവരുടെ സ്ഥലത്ത്, അവരുടെ സ്വത്താണ്. അവർക്കുള്ള ഒരു ഫിൽ മദീന, ഈ സിറ്റിയിലുള്ള, ഈ നാട്ടിലുള്ള രണ്ട് അനാഥ കുട്ടികൾക്കുള്ള മതിലാണ്. അനാഥ കുട്ടികളുടേതാണ്. എന്താണ് ആ മതിലിന്റെ പ്രത്യേകത? കേവലം ഒരു മതിലല്ല. വകാന തഹ്തഹു കൻസുൽ ലഹുമാ, ഈ കുട്ടികൾക്ക് ഭാവിയിൽ കിട്ടാനിരിക്കുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും കുമ്പാരങ്ങൾ അടങ്ങുന്ന നിധി നിക്ഷേപങ്ങൾ ഈ മതിലിന്റെ അടിയിലുണ്ട്. അതവിടെ നിക്ഷേപമായിട്ട് കിടപ്പുണ്ട്. വകാന അബൂഹുമാ സാലിഹാ,
ഈ കുട്ടികളുടെ ഉപ്പ നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ കുട്ടികളുടെ വാപ്പ ഒരു നല്ല മനുഷ്യനാണ്, പണ്ട് കഴിഞ്ഞു പോയൊരു നല്ല സാലിഹായ മനുഷ്യന്റെ മക്കളാ. ആ പാരമ്പര്യത്തിൽ സന്താന പരമ്പരയിൽ ഉണ്ടായ മക്കളാണ് ഈ കുട്ടികൾ. ഈ കുട്ടികൾക്ക് അവരുടെ അത് നേരെ വാപ്പയാണെന്നൊന്നുമല്ല ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ സാലിഹായ മനുഷ്യൻ വഫാത്തായി പോയിട്ടുണ്ട്. ചില റിപ്പോർട്ട് അനുസരിച്ച് ഹുവൽ ജദ്ദുസ്സാബിഅ്, 7ാമത്തെ പാപ്പയാണെന്നൊക്കെ പറയുന്നുണ്ട്. വഖീലൽ ആശിർ, അല്ല 10ാമത്തെ പാപ്പയാണെന്നും പറയും. അപ്പൊ എന്തായി? 10 തലമുറ, അതാ 10 കാലങ്ങൾക്ക് മുമ്പുള്ള, അതായത് ഏതോ കാലത്ത് ജീവിച്ച ഒരു ഉപ്പാപ്പാന്റെ സൽക്കർമ്മത്തിന്റെ ഒരു വിഹിതം, അഥവാ അതിന്റെ ഒരു പ്രത്യേകമായ നിലക്ക് റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കരുണ എത്രയോ ശേഷം വരുന്ന തലമുറയിലെ പേരമക്കൾക്ക് പോലും കിട്ടുകയാണ്. സാലിഹായി ജീവിച്ചാലുള്ള ഒരു നേട്ടം അവിടെ നമ്മൾ മനസ്സിലാക്കണം. സാലിഹീങ്ങളായി ജീവിച്ചാൽ അത് തന്റെ മക്കളുടെ മക്കൾ വളർന്നു പോകുന്ന തലമുറയിൽ വരെ അത് റബ്ബ് അവർക്ക് റഹ്മത്ത് കൊടുക്കാനുള്ള ഒരു കാരണമായി മാറും എന്നാണ്. അപ്പൊ നമ്മൾ തെമ്മാടികളായി ജീവിക്കുന്നത് തലമുറകളോട് പോലും ചെയ്യുന്ന ദ്രോഹമാണ്. നമ്മൾ നല്ലത് ചെയ്യുമ്പോ ശേഷമുള്ള മക്കളിലേക്കും തലമുറയിലേക്കും പോലും നമ്മുടെ ആ നന്മ മുഖേന അള്ളാഹു ചില റഹ്മത്തുകളൊക്കെ കൊടുത്തേക്കും. അപ്പൊ ഈ മക്കൾക്ക് അവകാശപ്പെട്ട നിധി അവിടെ ഉണ്ട്. അതിനിപ്പം അതിലെന്താ നേരെയാക്കിയത്? അത് വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് വീണാൽ അതിന്റെ അടിയിലുള്ള ഇതൊക്കെ ആൾക്കാർ കാണും. സ്വർണവും വെള്ളിയൊക്കെ അടങ്ങുന്ന കൂമ്പാരം കാണും. ഒരാത്തിരി വന്നിട്ട് പച്ചവെള്ളം ചോദിച്ചിട്ട് കൊടുക്കാത്ത അരക്കന്മാർ അവരുണ്ടോ? സ്വർണം കണ്ട അടങ്ങിക്ക, സ്വർണവും വെള്ളിയൊക്കെ കൂടി കണ്ട വാരി കൊണ്ടുപോകില്ലേ? എന്നാൽ കുട്ടികൾക്ക് അവരോട് മത്സരിക്കാനും എതിരിട്ട് തിരിച്ചു വാങ്ങാനുമുള്ള പക്വതയും പ്രായവും എത്തിയിട്ടുണ്ടോ? ബാലന്മാരല്ലേ, കുട്ടികളല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തു ചെയ്തു? ഫഅറാദ റബ്ബുക അൻ യബ്ലുഗാ അശുദ്ധഹുമാ, താങ്കളുടെ റബ്ബ് ഉദ്ദേശിച്ചു അൻ യബ്ലുഗാ അശുദ്ധഹുമാ, അവർ രണ്ടാളും പ്രായപൂർത്തിയും പക്വതയുമെത്താൻ, വയസ്തഖ്രിജാ, എന്നിട്ടതാ പുറത്തേക്ക് കൊണ്ടുവരാൻ, കൻസഹുമാ, അവർക്കുള്ള നിക്ഷേപം, റഹ്മത്തൻ മിർ റബ്ബിക, താങ്കളുടെ റബ്ബിങ്കൽ നിന്നുള്ള കരുണ എന്ന നിലക്കാണിത് റബ്ബ് അങ്ങനെ തീരുമാനിച്ചത്. അതുകൊണ്ട് ഇത് കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ വീഴുമ്പോഴേക്ക് ഈ കുട്ടികൾ നല്ല യുവാക്കളായി മാറിയിട്ടുണ്ടാകും. പിന്നെ അവരുടെ മുതലൊരാൾ തൊടാൻ വരൂല, അവർക്ക് തന്നെ അത് കിട്ടുമല്ലോ. ആരും കവർന്നെടുക്കാൻ ധൈര്യപ്പെടൂലല്ലോ. കാരണം ഈ കുട്ടികൾ അങ്ങ് വളർന്ന മൈനർമാരൊക്കെ മേജറായില്ലേ, നല്ല കരുത്തരായി മാറുവോളം അതങ്ങനെ തന്നെ നിൽക്കാനാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം മഹാനവറുകൾ സമാപിപ്പിക്കുകയാണ്, സമാപനം കുറിച്ചുകൊണ്ട് പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയും വമാ ഫഅൽതുഹു അൻ അംരി ദാലിക തഅ്വീലു മാ ലം തസ്തി അലൈഹി സബ്റാ, ഈ കാര്യങ്ങളൊന്നും വമാ ഫഅൽതുഹു, ഞാനിതൊന്നും ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അൻ അംരി, തന്നിഷ്ടപ്രകാരം ചെയ്തതല്ല, എന്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചത് ഞാൻ ചെയ്തതല്ല, എനിക്ക് തോന്നിയ തോന്നിവാസമായിട്ട് ഞാൻ ചെയ്തതല്ല, താൻ തോന്നിയായി പ്രവർത്തിച്ചതുമല്ല, അതൊക്കെ എന്റെ റബ്ബ് എനിക്ക് പറഞ്ഞു തന്നതാണ്, എന്റെ റബ്ബിന്റെ നിർദ്ദേശം മുഖേനയാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. എന്റെ വകയായിട്ട് ചെയ്തതല്ലതൊന്നു പറഞ്ഞാൽ ഇതൊക്കെ അള്ളാഹുവിനോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അവന്റെ നിർദ്ദേശവും എന്റെ വഹയൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ذلك تأويل ما لم تسطع عليه صبرا, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദാലിക, ഇതൊക്കെയാണ് തഅ്വീൽ, ഉൾസാരങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ, മാലം തസ്തി അലൈഹി സബ്റാ, നിങ്ങൾക്ക് സഹിക്കാനാവാത്ത വിഷയങ്ങളുടെയൊക്കെ വ്യാഖ്യാനം ഇതാകുന്നു. ഇവിടെയുമുണ്ട് പദപ്രയോഗത്തിലൊരു വ്യത്യാസം. ആദ്യം പറഞ്ഞു തസ്തത്തി അലൈഹി സബ്റാ, ഇപ്പൊ പറഞ്ഞു മാലം തസ്തി അലൈഹി സബ്റ. ഒരിടത്ത് തസ്തത്തി എന്ന് പറഞ്ഞു, ഒരിടത്ത് തസ്തി അലൈഹി എന്ന് പറഞ്ഞു. അറബി ഭാഷയിൽ രണ്ടും ഒരേ അർത്ഥത്തിന് പ്രയോഗിക്കുന്ന പദങ്ങളാണ്. എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും കഴിഞ്ഞു എന്നാണ് അർത്ഥം.
മാലം തസ്തതി അലൈഹി സബറ എന്ന് പറഞ്ഞാലും മാലം തസ്തി അലൈഹി സബറ എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ വ്യാഖ്യാനമാണ്, അതല്ലെങ്കിൽ ഒരേ മീനിങ് ആണ്, അർത്ഥമാണ്. അപ്പോ വമാ ഫഅൽതുഹു അൻ അംരി ദാലിക തഅവീലു മാലം തസ്തി അലൈഹി സബറ. ഇതാണ് മഹാനായ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വിവരിച്ചു കൊടുക്കുന്നത്. ഇനി സഹോദരന്മാരെ, ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. ഈ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണ്ഡിത ലോകത്തുള്ള ചില ചർച്ചകളുണ്ട്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ, നേര് പ്രചരിപ്പിക്കാൻ, അതേ രീതിയിൽ തന്നെ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് അല്ലാഹു കൂടുതൽ കൂടുതൽ ഉയർത്തിത്തരുമാറാകട്ടെ. ഈ സമുദായത്തിന് നാശം വിതറാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ശത്രുക്കളുടെ ഷർറിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിക പ്രബോധന രംഗത്ത് എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹുവിന്റെ കാവലും സഹായവും അവന്റേതായ രക്ഷയുടെ കവാടങ്ങളും അവൻ നമുക്ക് തുറന്നു തന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.